ജൂൺ 18 +1 ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നിങ്ങൾ +1 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇതിൽ ഏതെടുത്താലും നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, SSLCയെ കമ്പയർ ചെയ്യുമ്പോൾ 3 ഇരട്ടിയോളം അധികം കണ്ടന്റ് +1 പഠിക്കാനുണ്ട്. അത് നിങ്ങൾ സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും SSLCയേക്കാൾ 3 ഇരട്ടി നിങ്ങൾക്ക് +1 പഠിക്കാനുണ്ട്. രണ്ടാമത്തെ വലിയ മാറ്റം, SSLCയിൽ നിങ്ങൾ ഗ്രേഡിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ +1 നിങ്ങൾ മാർക്കിനാണ് ഇമ്പോർട്ടൻസ്. എത്ര പെർസെൻറ്റേജ് മാർക്ക്, എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയത്, അതിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഓരോ വിഷയത്തിലും 60 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ 18 മാർക്കും, 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ 24 മാർക്ക് നിങ്ങൾ റിട്ടേൺ എക്സാമിൽ എഴുതിയെടുത്താൽ മാത്രമേ പാസ്സാവുള്ളൂ. അതായത് 30% മിനിമം മാർക്ക് നിങ്ങൾ റിട്ടേൺ എക്സാമിൽ എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കുകയുള്ളൂ. അത് +1 വലിയൊരു പ്രധാനപ്പെട്ട മാറ്റമാണ്. മറ്റൊരു മാറ്റം ക്വസ്റ്റ്യൻ പാറ്റേണുകളുടെ മാറ്റമാണ്. നിങ്ങൾ +1 സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേണുകൾ SSLCയെ പോലെ വളരെ സിമ്പിൾ ആയിരിക്കില്ല. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് +1 ചോദിക്കുക. ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നുണ്ട്, കണ്ടന്റ് കൂടിയിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ +1 ഉണ്ട്. അപ്പോൾ നിങ്ങൾ തുടക്കം മുതലേ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് +1 നല്ല മാർക്കിൽ പാസ്സാൻ പറ്റൂ. നമ്മൾ +1 വിജയ ശതമാനം നോക്കുകയാണെങ്കിൽ, ഹയർ സെക്കൻഡറി വിജയ ശതമാനം നോക്കുകയാണെങ്കിൽ 80% മാത്രം, അല്ലെങ്കിൽ പല സ്ട്രീമുകളും 80% താഴെയാണ് വിജയ ശതമാനം. അപ്പം +1 +2 നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പല കുട്ടികളും തോറ്റുപോകും. +1 +2 നല്ല എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പല കുട്ടികളും തോറ്റുപോകും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ തോൽക്കാൻ പാടില്ല. നിങ്ങൾ എഫേർട്ട് ഇടണം, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, നിങ്ങൾ സ്ഥിരമായി പഠിക്കാൻ തയ്യാറാവണം. ആ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. അപ്പോൾ നിങ്ങളങ്ങനെ പഠിക്കാൻ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ യെസ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് ഉണ്ട്. നിങ്ങൾ +1 സയൻസ് എടുത്ത വിദ്യാർത്ഥിയാണെങ്കിലും, +1 കൊമേഴ്സ് എടുത്ത വിദ്യാർത്ഥിയാണെങ്കിലും, +1 ഹ്യൂമാനിറ്റീസ് എടുത്ത വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങളെ സഹായിക്കാൻ എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് ഉണ്ട്. സൂപ്പർ ബാച്ചിൽ എജ്യൂപോർട്ടിൻ്റെ ആപ്പിലൂടെ നിങ്ങൾ ക്ലാസ്സുകൾ തരുന്നുണ്ട്. റെക്കോർഡറായിട്ടും ലൈവായിട്ടും നമ്മൾ ക്ലാസ്സുകൾ തരുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്, PYQs തരുന്നുണ്ട്, നോട്ടുകൾ തരുന്നുണ്ട്, ഡൗട്ട് ക്ലിയർ ആയുള്ള ഓപ്ഷൻസ് ഒക്കെ എജ്യൂപോർട്ടിൻ്റെ ആപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾ +1 എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് +1 ഫുൾ മാർക്ക് ഉറപ്പാണ്. നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് +1 100% മാർക്ക് ഉറപ്പായും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ +1 സയൻസ് സൂപ്പർ ബാച്ച്, +1 കൊമേഴ്സ് സൂപ്പർ ബാച്ച്, +1 ഹ്യൂമാനിറ്റീസ് സൂപ്പർ ബാച്ച്, നിങ്ങൾ +1 ഏത് സ്ട്രീമാണോ ആ പേരും വെച്ചൊരു സൂപ്പർ ബാച്ച് എന്ന പേര് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ഫീസും ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ +1 എജ്യൂപോർട്ടിൻ്റെ കൂടി പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ +1 സയൻസ് സൂപ്പർ ബാച്ച്, +1 കൊമേഴ്സ് സൂപ്പർ ബാച്ച്, +1 ഹ്യൂമാനിറ്റീസ് സൂപ്പർ ബാച്ച് എന്ന് എനിക്കൊന്ന് മെസ്സേജ് അയച്ചോ. ബാക്കി കാര്യങ്ങൾ അവിടെ നമുക്ക് സെറ്റാക്കാം.